സോഷ്യൽ മീഡിയ നോക്കിയിട്ട് നാട് ഭരിക്കാൻ പറ്റിയില്ല. ഈ നഗര തെരുവിളക്കുകളിലേക്ക് തന്നെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോർപ്പറേഷനാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ തെരുവിളക്കുകളുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്, സ്മാർട്ട് സിറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്, PWDക്കുണ്ട്, കോർപ്പറേഷനുണ്ട്. ഇങ്ങനെ ഈ 5 ഘടകങ്ങൾ ചേർന്നിട്ടാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനുള്ളിൽ നിൽക്കുന്ന തെരുവിളക്കുകളൊക്കെ തന്നെ പരിപാലിക്കേണ്ടത്. ഡിസംബർ 26-ന് ശേഷം പ്രസവിക്കപ്പെട്ട പട്ടിക്കുഞ്ഞുങ്ങളൊന്നും അല്ല ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ അതിൻ്റെയൊക്കെ ഏജ് നോക്കിയാൽ അറിയാം. ഡിസംബർ 26 ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജനിച്ചവയൊന്നും അല്ല ഇത്. അവയും ഉണ്ടാവാം, അതിനുശേഷവും ജനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഭീകരാക്രമണം നടക്കാൻ കണക്കിനൊന്നും 3 മാസം കൊണ്ട് വളർച്ച അത് പാലടിയൊക്കെ ആയിട്ട് നടക്കണല്ലേ ഉള്ളൂ. ഇപ്പം മാലിന്യ സംസ്കരണം മുൻപ് എന്തെങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ മാലിന്യ സംസ്കരണം ഇപ്പോഴും നടക്കുന്നു. മുൻപ് എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ മെച്ചമായിട്ട് നടക്കുന്നോ അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലോ പോയി എന്നോ ഞാൻ പറയുന്നില്ല. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി തിരുവനന്തപുരം നഗരത്തിന്റെ മേയറാണ്. BJPയുടെ തിരുവനന്തപുരത്തെ ആദ്യ മേയർ കൂടിയാണ് VV രാജേഷ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ABVPയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. രാജേഷ് ചേട്ടൻ മേയർ ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് രാജേഷ് ചേട്ടൻ ഞാൻ വിളിക്കുന്നത്. 10-20 കൊല്ലം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ തൽക്കാലം എന്നോട് ക്ഷമിക്കുക. ചേട്ടാ നമസ്തേ. സാധാരണഗതി പേര് പറഞ്ഞ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ രീതിയിൽ തന്നെ പെട്ടെന്ന് മാറില്ല. 10-20 വർഷമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ മേയറായിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് മാത്രമേ ഒരു മേയർ ഉള്ളൂ എന്ന രീതിയിലാണ് പ്രതിപക്ഷവും എല്ലാവരും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതായത് വേറെ ഒരു കോർപ്പറേഷനെ കുറിച്ചോ വേറെ ഏതെങ്കിലും ഒരു നഗരസഭയെക്കുറിച്ചോ ഒന്നും ചർച്ചയില്ല. അവിടെയൊക്കെ എല്ലാം കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നില്ല എന്ന രീതിയിലാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യമായി നമുക്കിപ്പോൾ റീസെൻ്റായി വന്നത് വിളക്കുകൾ, തെരുവ് വിളക്കുകളെല്ലാം അണഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തെരുവിളക്കൾ അണഞ്ഞു കിടക്കുന്നുണ്ടോ? എന്താണ് അതിന് കാരണം? നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. തിരുവനന്തപുരം നഗരത്തിൽ ഏകദേശം ഒരു 1,10,000 തെരുവിളക്കുകളാണ് നഗരത്തിലുള്ളത്. ഇതിൽ പൊതുവെ ഒരു ധാരണ പരത്തുന്നത് അല്ലെങ്കിൽ ഉള്ളത് ഈ നഗര തെരുവിളക്കുകളിലേക്ക് തന്നെ ഉത്തരവാദിത്വം പൂർണ്ണമായും കോർപ്പറേഷനാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ തെരുവിളക്കുകളുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്, സ്മാർട്ട് സിറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്, PWDക്കുണ്ട്, കോർപ്പറേഷനുണ്ട്. ഇങ്ങനെ ഈ 5 ഘടകങ്ങൾ ചേർന്നിട്ടാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനുള്ളിൽ നിൽക്കുന്ന തെരുവിളക്കുകളൊക്കെ തന്നെ പരിപാലിക്കേണ്ടത്. ഈ 5 ഘടകങ്ങൾക്കും അതിനു വേണ്ടിയുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതലയിൽ 97,000 വിളക്കുകളാണുള്ളത്. അത് വരുന്നത് KCBയുടെ പോസ്റ്റുകളിൽ വരുന്ന വിളക്കുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. കോർപ്പറേഷൻ റോഡുകളിൽ വരുന്ന വിളക്കുകൾ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. ചില മറ്റുള്ള റോഡുകളിൽ വരുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്. ഇത്രയും ലൈറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് കോർപ്പറേഷനുള്ളത്. ഇത് 3 കമ്പനികൾക്കായിട്ട് ഈ ലൈറ്റ് പരിപാലിക്കുന്ന ചുമതല ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓരോ മാസവും പണം കൊടുക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ലൈറ്റ് 48 മണിക്കൂറിൽ കൂടുതൽ ഓഫായി കിടന്നാൽ ഞങ്ങളുടെ വാർ റൂമിൽ, ഞങ്ങളുടെ കമ്പ്യൂട്ടർ റൂമിൽ അത് റീഡ് ചെയ്യാറുണ്ട്. അവർക്ക് മാസം കൊടുക്കേണ്ട പണത്തിൽ നിന്ന് നിങ്ങൾ ഫൈൻ ഈടാക്കും. അതുകൊണ്ട് നഗരസഭയുടെ 97,000 ലൈറ്റ് അത് കോർപ്പറേഷൻ റോഡുകളിലാണ് കൂടുതലായിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ അല്ലാതെയുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ശംഖുമുഖത്ത് നിന്ന് ആരംഭിച്ച് പിന്നെ എയർപോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ശംഖുമുഖം വഴി ചാക്ക വഴി വന്ന് വെള്ളയമ്പലത്ത് അവസാനിക്കുന്ന റോഡിലുള്ള വിളക്കുകൾ അത് KRFBയുടേതാണ്. ഈ അണഞ്ഞു കിടക്കുന്ന വിളക്കുകൾ കൂടുതലും KRFBയുടെ മേൽനോട്ടത്തിലുള്ള വിളക്കുകളാണ്. ശംഖുമുഖം മുഴുവനും അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ലൈറ്റുകളും പൂർണ്ണമായും ടൂറിസത്തിൻ്റെ. ശംഖുമുഖത്ത് കുറച്ച് ലൈറ്റുകളല്ലാതെയും PWDക്കുണ്ട്, സ്മാർട്ട് സിറ്റിക്ക് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റുകളാണ് അണഞ്ഞു കിടക്കുന്നത്. ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ പരിപാലന ചുമതല കോർപ്പറേഷനുള്ളതാണ്. എന്നാൽ മുൻ ഭരണസമിതി 10 വർഷത്തേക്കാണ് ഒരു കോൺട്രാക്ടർ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു ഭരണസമിതി പരമാവധി 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ മാക്സിമം 5 വർഷം അവരുടെ ഒരു കാലാവധി വരെയാണ്. ഇത് 10 വർഷത്തേക്കാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശദമായ നിയമപരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കൂ. അല്ലെങ്കിൽ കോടതിയും സ്റ്റേയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കത്താത്തൊരവസ്ഥ വരും.
അപ്പോൾ അത്തരത്തിൽ ഉള്ള കരാറുകളുടെ ഇടയിലൂടെയാണ് കരാർ റിവൈവ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ തേടുകയാണ്. അപ്പോൾ ഇവർ തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുന്നിരിക്കട്ടെ, കരാറിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇവർ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല, ആലോചിക്കാം. പക്ഷേ 6 മാസമായി കത്താത്ത 3 മാസമായി കത്താത്ത ഹൈമാസ്റ്റ് ലൈറ്റുകളുണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി വന്നപ്പോഴേക്കും തന്നെ ചില ഹൈമാസ്റ്റ് ലൈറ്റ് കത്തിയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻ ഭരണസമിതി കൊടുത്ത കരാറുകൾ എല്ലാം മാറ്റണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ആ കരാറുകൾ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം ഉണ്ടല്ലോ, ആ മാനദണ്ഡം പാലിക്കാത്തവരെ നിയമസാധുകൾ പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കും. ഇപ്പൊ കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ചില പരിമിതികളുണ്ട്. എന്തായാലും ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ തേടുന്നുണ്ട്. അപ്പൊ ഈ അണഞ്ഞു കിടക്കുന്ന ലൈറ്റുകളൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ആണ് എന്നുള്ള ധാരണ ആർക്കും വേണ്ട. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ഉത്തരവാദിത്വത്തിലുള്ള ലൈറ്റുകൾ 48 മണിക്കൂറിൽ അണയാൻ പാടില്ല എന്ന വ്യവസ്ഥയാണ്. ഞങ്ങളത് മോണിറ്റർ, കാരണം ഞങ്ങളുടെ മോണിറ്ററിൽ തെളിയും. പിന്നെ ഞങ്ങളുടെ 101 കൗൺസിലർമാർ വെറുതെ ഇരിക്കുകയല്ല, ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ചിട്ട് അവരെ ചെയ്യിക്കാറുണ്ട്. ഇനി വേറൊരു കാര്യമുള്ളത്, ഈ KRFB ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്നായിട്ടുള്ള എമൗണ്ട് ഇത് പരിപാലിക്കാൻ വേണ്ടിയുണ്ട്. ഇതൊരു മോണിറ്ററിംഗ് ഏജൻസി ഒന്നുമില്ലേ എല്ലാത്തിനും? അവർക്കുണ്ടോ ഇല്ലെന്ന് അതാ ഡിപ്പാർട്ട്മെന്റാണ് പറയുന്നത്. അത് കോർപ്പറേഷന്റെ കീഴിൽ, കോർപ്പറേഷനിൽ ഒരു വാർ റൂമും മോണിറ്ററിംഗ് ഏജൻസി ഉണ്ട്. അവർക്ക് ഞങ്ങൾ സാലറി കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ലൈറ്റ് അണഞ്ഞാൽ അവിടെ റീഡ് ചെയ്യുന്ന അവിടെ. അപ്പോൾ 48 മണിക്കൂർ കൂടുതൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റീഡ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഏത് ലൈറ്റാണ് ഓഫ് ചെയ്തതായെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അവർക്ക് ഡയറക്ഷൻ കൊടുക്കാം, അവർക്ക് കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ പാഴ്പിഴ വരാറുണ്ട്. കാരണം ഈ കോൺട്രാക്ടർമാർ പറഞ്ഞാൽ തന്നെ KSEB ആ ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കണം. KSEB ആ ലൈൻ ഓഫ് ചെയ്താതെ നമുക്ക് ലൈറ്റ് മാറ്റാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ 1-2 ദിവസം ഡിലേ വരാറുണ്ട്. അതും കഴിഞ്ഞ ദിവസം KSEBയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് മേയർ തന്നെ സംസാരിച്ചിരുന്നു. ഇനി അവരുടെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കോൺട്രാക്ടർമാർ ലൈറ്റ് ഓഫായ വിവരം അറിയിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് സമയത്തേക്ക് ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് മറ്റൊരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. വളരെ ഇന്നും ഇപ്പം നമ്മൾ സാധാരണ പത്രസമ്മേളനം വിളിക്കും. ഇന്ന് രാജേഷിൻ്റെ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, മാധ്യമപ്രവർത്തകരടക്കം ഈ കുടിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുടിവെള്ളം ഇല്ലാതാക്കുന്ന നഗരത്തിൽ ഇപ്പോഴല്ല, എനിക്ക് ഗുരുതരമായ കുടിവെള്ള പ്രശ്നം, ഞാൻ തിരുവനന്തപുരം നഗരത്തിലെത്തിയിട്ട് 2010 മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ പല വട്ടങ്ങളിലും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഇതിൽ വേറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞ് ഞാൻ താമസിച്ചിരുന്ന പേരൂർക്കടയിൽ പ്രശ്നമുണ്ടായിട്ട് ദിവസങ്ങളോളം വെള്ളം കിട്ടാതായിട്ട് കൊറോണ കാലത്ത് ഞാൻ കൊറോണ പിടിച്ച് മരിക്കുമെന്ന് പേടിയില്ല, വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും മന്ത്രിയുടെ സെക്രട്ടറി അത് കാണുകയും അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്ത സാഹചര്യം വരെയുണ്ട്. അത്രയേറെ ഗുരുതരമായ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അതാരും ചർച്ച ചെയ്തില്ല. പക്ഷെ BJP ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് കുടിവെള്ളമില്ല, അടുത്ത ഒരു വലിയ പ്രചരണമാണ്. മാധ്യമപ്രവർത്തകരടക്കം പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. എന്താണ് ഈ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് പറയാൻ? ഒന്ന് ഞാൻ പറയാം, ഞാൻ എല്ലാ ദിവസവും ഈ പ്രചരണങ്ങൾക്ക് മറുപടിയുള്ള സമയമില്ല. കാരണം അങ്ങനെക്കറിയാമല്ലോ, നല്ല വർക്കിലോടുണ്ട്. ഞങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ രാത്രി പറഞ്ഞതുപോലെ 11-11:30 മണി വരെ ഞങ്ങൾ ഓഫീസിലോ ഫീൽഡിലോ വർക്ക് ചെയ്യാം. നിരന്തരം മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് പോവുകയാണ്. ഈ കുടിവെള്ള പ്രശ്നം ആത്യന്തികമായിട്ട് പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. എന്താണ് അടിസ്ഥാന പ്രശ്നം? അരുവിക്കരയിൽ നിന്നാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. ഞാൻ പല തവണ പറഞ്ഞതാണ്. അവിടെ 1000 ലിറ്റർ വെള്ളം അവിടെ നിന്ന് കൊണ്ടുവന്നാൽ 600 ലിറ്റർ തിരുവനന്തപുരത്ത് എത്താറുള്ളൂ. 400 ലിറ്റർ ലീക്കാവുകയാണ്. എന്തുകൊണ്ട് ലീക്കാവുന്നു? 10-30 വർഷം മുമ്പിട്ട പൈപ്പുകൾ, ആ പൈപ്പുകളൊക്കെ തന്നെ യഥാർത്ഥ ക്വാളിറ്റി പാലിക്കുന്ന പൈപ്പുകളാണെന്ന് അറിയില്ല. കരാറുകൾ പറയുന്ന ക്വാളിറ്റിയുള്ള പൈപ്പാണ് ഭൂമിക്കടിയിൽ പോയത്, യാതൊരു ഉറപ്പുമില്ല. ഇനി എന്തായാലും ആണെങ്കിലും അല്ലെങ്കിലും അത് ലീക്ക് ഉണ്ടാകും. ഇതിന്റെ ഉത്തരവാദിത്വം ആരാ? വാട്ടർ അതോറിറ്റിയാണ്. നമ്മൾ വെള്ളം, കുടിവെള്ളത്തിന്റെ ബില്ലടയ്ക്കുന്ന എവിടെ? അപ്പൊ വാട്ടർ അതോറിറ്റി അത് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ബില്ലടയ്ക്കുന്നത്. എന്നാൽ കോർപ്പറേഷൻ്റെതായ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, വാട്ടർ അതോറിറ്റിയുടെ ജലം സിറ്റിയിലെത്തിയാൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് കോർപ്പറേഷൻ്റെ ചിലവിൽ ടാങ്കറുകൾ, ഞങ്ങളൊരു 10-200 ടാങ്കറുകൾ കൂടുതൽ സിറ്റിയിൽ ഓടുന്നുണ്ട്. ഏറെക്കുറെ പല ടാങ്കറുകൾക്കും കോർപ്പറേഷനാണ് പണം കൊടുക്കുന്നത്. 10 പൈസ ജനങ്ങൾക്ക് ചിലവില്ലാതെ, 1 രൂപ പോലും വാങ്ങിക്കാതെ സൗജന്യമായി വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തിക്കുമ്പോൾ തന്നെ ഫ്ലാറ്റുകളിൽ മുകൾ നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. റോഡുകൾ, സ്കൂട്ടറുകൾ മാത്രം കയറുന്ന റോഡിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. 2000 ലിറ്റർ കൊള്ളുന്ന ഏറ്റവും ചെറിയ ടാങ്ക് മുതൽ 20,000 ലിറ്റർ കൊള്ളുന്ന വലിയ ടാങ്കറുകൾ വരെ സൗജന്യമായി കൗൺസിലർമാരുടെയും റെസിഡൻസ് അസോസിയേഷൻ്റെ ആവശ്യാനുസരണം ഞങ്ങൾ ജനുവരി മാസം അവസാനം മുതൽ തന്നെ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. പക്ഷേ കുടിവെള്ളം അരുവിക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് വെച്ച് ശുദ്ധീകരിച്ച് നൽകേണ്ട കാര്യം, ആ മെക്കാനിസം, ആ ഉദ്യോഗസ്ഥർ, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ അധികാരവും അവകാശവും ഒക്കെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് മാത്രമാണ്. ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് വളരെ
ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രശ്നം ഈ പരിഹരിക്കൂ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറെ സ്ഥലങ്ങൾ വെള്ളം കൊണ്ടുവരാനുള്ള സംവിധാനം ഒരുക്കാമായിരുന്നു. ഇതിൽ വെള്ളം കിട്ടണ്ടേ? നമ്മുടെ പ്രശ്നം പദ്ധതി ഇല്ലാത്തതല്ല, പൈപ്പ് ഇടുന്നതുമല്ല, വെള്ളം വേണമല്ലോ. വെള്ളം അരുവിക്കരയിൽ നിന്നും ആവശ്യാനുസരണം വെള്ളം തിരുവനന്തപുരത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. കൊണ്ടുവരുന്ന വെള്ളം തന്നെ ലീക്കാവുന്നു. ഇനി ഞാനിത് ജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റിലെത്താവുമ്പോൾ ഉള്ള ലീക്കേജാണ് 40% പറഞ്ഞത്. അവിടെ നിന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം വീടുകളിലേക്ക് പോകുമ്പോൾ ആ പൈപ്പിൽ ലീക്കുണ്ട്. അപ്പോൾ വീണ്ടും വെള്ളം പോവുകയാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ ഒരു 30-40% വെള്ളം മാത്രമേ അരുവിക്കൽ എന്നുള്ള വെള്ളം വീടുകളിലേക്ക് എത്തുന്നുള്ളൂ. വീടുകളിൽ എത്തുമ്പോൾ 40% കുറയുന്നു. 60% ഞാൻ ഉദ്ദേശം പറയുകയാണ് കണക്ക്. 60% വെള്ളവും ലീക്കായി പോകുന്നു എന്ന് പറയുമ്പോഴേക്കും എന്തുമാത്രം പാകപ്പിഴ വന്നൊരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സിസ്റ്റം കറക്റ്റ് ചെയ്യണം. അതിന് വാട്ടർ അതോറിറ്റിയാണ് മുൻകൈ എടുക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കെല്ലാം മെക്കാനിസം ഉള്ളൂ. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണ്ടി വരും. കാരണം നല്ല ഫണ്ട് വേണം. നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ. പക്ഷേ ദീർഘവീക്ഷണത്തോടെ അത് ചെയ്താൽ മാത്രമേ തിരുവനന്തപുരത്ത്, കാരണം തിരുവനന്തപുരത്ത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ദീർഘകാല അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കൊടുത്താൽ 2.5-3 വർഷം കൊണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു പ്രശ്നം തെരുവ് നായ്ക്കളുടെ പ്രശ്നമാണ്. കുറച്ച് തെരുവ് നായ്ക്കളെയൊക്കെ മാറ്റി തിരുവനന്തപുരത്ത് നിന്ന്. അതായത് ഈ കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തെരുവുനായ ഉണ്ടായി എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. അപ്പോൾ എന്നോട് തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, രാജേഷ് ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞാൽ എന്താ പിടിച്ചുകൊണ്ട് പോകാത്തത്? ഞാൻ പറഞ്ഞു, രാജേഷ് വന്നു കഴിഞ്ഞുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്, അതിന് മുമ്പുള്ളവരെ കുറച്ച് നിങ്ങളും കൂടി പിടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതിനൊരു ശാശ്വതമായ പരിഹാരം. അതായത് ഡിസംബർ 26-ന് ശേഷം പ്രസവിക്കപ്പെട്ട പട്ടിക്കുഞ്ഞുങ്ങളൊന്നും അല്ല ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, നമ്മൾ അതിൻ്റെയൊക്കെ ഏജ് നോക്കിയാൽ അറിയാം. ഡിസംബർ 26 ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജനിച്ചവയൊന്നും അല്ല ഇത്. അവയും ഉണ്ടാവാം, അതിനുശേഷവും ജനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഭീകരാക്രമണം നടക്കാൻ കണക്കിനൊന്നും 3 മാസം കൊണ്ട് വളർച്ച അത് പാടിയൊക്കെ ആയിട്ട് നടക്കണല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ പക്ഷെ എല്ലാത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനും ഒരു കണക്കിന് ജനാധിപത്യത്തിൽ ഒരു കണക്കിന് അതിനെ ഞാനതിനെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. നല്ല ഇതാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഉറ്റുനോക്കുന്ന ഒരു ജനത ഉണ്ട് എന്നുള്ളത് ഞങ്ങളിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ജനാധിപത്യത്തിൽ പ്രത്യേകിച്ചും പാർലമെൻ്ററി രംഗത്ത് നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളെയും മുഖവിലേക്ക് ഇടണം. ആരോഗ്യകരമായ വിമർശനങ്ങളുണ്ടാകാം, അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, ആസ്വദിക്കേണ്ട കാര്യങ്ങൾ ആസ്വദിക്കണം. അങ്ങനെ യാതൊരു പ്രശ്നവും പ്രതിസന്ധിയും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ തെരുവുനായ്ക്കളുടെ ഭാഗം താങ്കൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് തെരുവുനായ്ക്കളെ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട്, പ്രതീക്ഷിച്ചതിലും ഭംഗിയായി, പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അവിടെ എത്തിയ തെരുവുനായ്ക്കളുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു 4 സ്ഥലങ്ങളിൽ ഒരേ സമയം തന്നെ ഷെൽട്ടറിന് വേണ്ടിയുള്ള അതിനു വേണ്ടി അത് തിരഞ്ഞുള്ള ചർച്ചകൾ നടക്കുകയാണ്. 2 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സ്ഥലം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇന്ന് വൈകുന്നേരവും അതിൽ ഓഫീസിൽ ചർച്ച നടന്നിരുന്നു. പക്ഷേ നിരവധി കൂടിക്കാഴ്ചകൾക്കും ബാങ്കുകളുമായിട്ടൊക്കെയുള്ള സംസാരിക്കേണ്ടതായിട്ടുണ്ട്, പഞ്ചായത്തുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം മാത്രമേ നമുക്ക് ആ പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞ 1 വർഷ കാലാവധി അതിനകത്ത് തിരുവനന്തപുരം നഗരത്തിൽ തെരുവുനായ ശല്യം ഞങ്ങൾ പരിഹരിക്കും. അതിനുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം നഗരത്തിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് അതിനുള്ള എന്തെങ്കിലും പരിഹാരം. ഇപ്പോൾ വിളപ്പിശാല നമുക്കറിയാം, ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇവർ പഠിക്കാൻ പോയിട്ട് പോലും, ഇടതുപക്ഷ സർക്കാർ പല സ്ഥലങ്ങളിലും പോയി പഠിക്കാൻ പോവുകയും മാലിന്യ സംസ്കരണത്തിൻ്റെ മാതൃകകൾ പഠിക്കാൻ പോയി, പക്ഷേ ഒന്നും ഫലപ്രദമായി നടത്തിയില്ല എന്നുള്ളതാണ്. എന്തായിരിക്കും ഇനി? ഞാൻ ഈ ചാനലിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾ അവസാനം ചർച്ച ചെയ്തത് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണം പരിഹരിക്കുന്നതിനുള്ള പ്രായോഗികമായി കോഡ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞാൽ അടുത്ത കൗൺസിലിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ഇപ്പൊ മാലിന്യ സംസ്കരണം മുൻപ് എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ മാലിന്യ സംസ്കരണം ഇപ്പോഴും നടക്കുന്നു. മുൻപ് എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ മെച്ചമായിട്ട് നടക്കുന്നോ അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലോ പോയി എന്നോ ഞാൻ പറയുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ 6 മാസം മുമ്പുള്ളത് 1 വർഷം മുമ്പുള്ളതൊക്കെ എല്ലാ ദിവസവും വരുന്നുണ്ട്. 6 മാസം മുമ്പിട്ട പടം, 2 വർഷം മുമ്പിട്ട പടം, 5 വർഷം മുമ്പിട്ട പടം എടുത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ നോക്കിയിട്ട് നാട് ഭരിക്കാൻ പറ്റിയില്ല. ഇനി സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല ഞങ്ങൾ ഓരോ ദിവസം രാവിലെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തറപ്പിച്ച് നിങ്ങളുടെ ചാനൽ, കാരണം ഈ ചർച്ച കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് ഇവിടേക്കാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വൈകുന്നേരം 7:30 മണിക്ക് ഇറങ്ങുമ്പോൾ
കോർപ്പറേഷൻ സെക്രട്ടറിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മേയറും കൂടി ഇരുന്ന് നടത്തിയ ഒരു അനൗപചാരിക ആലോചന 6-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞാൽ വരുന്ന കൗൺസിലിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ പ്രായോഗികമായി തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ചില പദ്ധതികളെ കുറിച്ചാണ്. അത് 7-ാം തീയതി കൗൺസിൽ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 6-ാം തീയതി കഴിഞ്ഞുള്ള കൗൺസിലിലേക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ആ പദ്ധതികളോട് അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ സെൻട്രലൈസ്ഡ് വേറെ പ്ലാനും ആലോചിക്കുന്നുണ്ട്. വരുന്നതോടുകൂടി മാലിന്യ സംസ്കരണത്തിൻ്റെ ആ മാലിന്യ പ്രശ്നം അവസാനിക്കും. പിന്നെ വേറൊന്നുണ്ട്, ഇന്നിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ് നേരെ പോകുന്നത് തമ്പാനൂരിക്കാണ്. കഴിഞ്ഞ 3 ദിവസമായി വെളുപ്പിന് 3 മണി വരെ ഞങ്ങൾ തമ്പാനുണ്ട്. ഞങ്ങളുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃത്യമായിട്ട് അവിടെ വന്ന് മോണിറ്റർ ചെയ്യുകയാണ്. മഴക്കാലം വരുന്നതിന് മുമ്പ് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് തമ്പാനൂർ റെയിൽവേയുമായിട്ട് ചർച്ച ചെയ്ത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലുള്ള മാലിന്യമൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തോടിലുള്ള മാലിന്യം ഇന്നിപ്പോൾ JCBയുടെ ബക്കറ്റ് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്തുള്ളതൊക്കെ മാറ്റി കഴിഞ്ഞു. ഇറങ്ങാത്തതുകൊണ്ട് ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് ഇന്നിപ്പോൾ രാത്രി ഹിറ്റാച്ചി ക്രെയിനിൽ അവിടെ ഇറക്കി എല്ലാ മാലിന്യവും വാരി കൂട്ടി വെച്ചിട്ട് JCB വെച്ചിട്ട് മാറ്റുന്ന പ്രക്രിയ നടക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം ഞങ്ങൾ വളരെ സജീവമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻപ് ആരംഭിച്ച് വച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. യാതൊരു ആശങ്കയും വേണ്ട. ഞങ്ങൾ ഏറ്റ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഇനി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറി അല്പം രാഷ്ട്രീയത്തിലേക്ക് വരാം. അതായത് തിരുവനന്തപുരത്ത് ഒരു വലിയ വിജയം, ഒരു മേയർ പദവിയൊക്കെ ലഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം അല്ല കേരളം ഒട്ടാകെ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? തിരുവനന്തപുരത്ത് സീറ്റിന്റെ എണ്ണം ഞാനിപ്പോൾ പറയുന്നില്ല, അത് പറയേണ്ട സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. പക്ഷേ തിരുവനന്തപുരത്ത് 4 സീറ്റ് ഞങ്ങൾ ജയിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ എവിടെയൊക്കെയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്? എല്ലാ ജില്ലകളിലും. പണ്ട് തിരുവനന്തപുരത്തോട്ടോ കാസർഗോഡോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പാലക്കാടൊക്കെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചാത്തന്നൂര്, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര് വളരെ മികച്ച പ്രകടനം കഴിച്ചു ആയിട്ടുണ്ട്. ഇപ്പൊ ഹരിപ്പാട്, ചെങ്ങന്നൂര്, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. അപ്പോൾ ഞങ്ങളെ ഘടകകക്ഷികൾ മത്സരിച്ച ഇപ്പോൾ BDJS 2020 ഒക്കെ മത്സരിച്ച പല സീറ്റുകളും, പാലക്കാട്, അതുപോലെ തന്നെ തൃശ്ശൂർ ചില സീറ്റുകൾ, കാസർഗോഡ് ജില്ലയിൽ പല സീറ്റുകൾ, കോഴിക്കോട് ഞങ്ങളുടെ കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ മത്സരിച്ച മണ്ഡലങ്ങളൊക്കെ വളരെ മുൻപോട്ട് വളരെ മുമ്പ് പോയി. അവർ തന്നെ നല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പരിചയമുള്ളവരാണ്. അപ്പോൾ കേരളത്തിലെമ്പാടുമായി ഒരിക്കലും ഇല്ലാത്തതുപോലെ BJPക്ക് വിജയ സാധ്യത കാര്യമായിട്ട് വന്നിട്ടുണ്ട്. BJP ഇത്തവണ ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോൾ തന്നെ ഇടതു വലതു മുന്നണികൾ ആക്രമിച്ചുകൊണ്ടിരുന്ന BJPയാണ്. യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പ് സജ്ജീകരണം എന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോഴാണ് BJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല, BJP ഇപ്പോൾ നന്നായിട്ട് അടിസ്ഥാന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് തിരുവനന്തപുരത്തെ വിജയം അതിനാക്കം കൂട്ടിയിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ വിജയം, തൃപ്പൂണിത്തുറയിലെ വിജയം, അതോടൊപ്പം തന്നെ പാലക്കാട് ഭരണം നിലനിർത്താൻ സാധിച്ചത്, ഇതെല്ലാം അതിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. നിരവധി പഞ്ചായത്തുകൾ ഭരിക്കാൻ സാധിച്ചത് അതൊക്കെ തന്നെ മുതൽക്കൂട്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ? സീറ്റിന്റെ എണ്ണം ഞാൻ പറയുന്ന ഒരവസ്ഥയിലായിട്ടില്ല. പിന്നെ അതിന്റെ ഗൗരവമായ വിലയിരുത്തലൊക്കെ കഴിഞ്ഞ ശേഷം പറയേണ്ട സമയത്ത് സംസ്ഥാന നേതൃത്വം പറയും. ഇനി പോയ പ്രോജക്റ്റുകൾ അല്ലെ പുതിയ പദ്ധതികൾ തിരുവനന്തപുരം നഗരസഭയിൽ ഒരുപാട് വിട്ടുപോയല്ല. ഞങ്ങളിൽ വച്ചിട്ടുള്ള ലക്ഷ്യം വളരെ വലുതാണല്ലോ. അതായത് ഞാൻ ഇന്ന പ്രോജക്റ്റ് എന്ന് എടുത്തു പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളാണുള്ളത്. അത് 1 തെരുവുനായി, 2 താങ്കൾ ചോദിച്ചു വേസ്റ്റ് മാനേജ്മെന്റ്, കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്. ഇതിൽ തെരുവുനായി പ്രശ്നവും മാലിന്യ സംസ്കരണവും കോർപ്പറേഷൻ മാത്രം ചെയ്യേണ്ടതാണ്. ഒരു അഡ്വൈസോ മറ്റെന്തെങ്കിലും സഹായമൊക്കെ സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ നമുക്ക് തേടാം. പക്ഷേ അതിൻ്റെ പൂർണ്ണമായും തീരുമാനമെടുത്ത് ചെയ്യേണ്ട കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണ്. കുടിവെള്ള പ്രശ്നത്തിൽ കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് സ്റ്റേറ്റ് ക്യാപിറ്റൽ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ചർച്ച ഞങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് പരിഹരിക്കണം. വെള്ളക്കെട്ടിനെ കുറിച്ച് പറയുമ്പോഴേക്കും PWD, അതോടൊപ്പം തന്നെ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, സ്മാർട്ട് സിറ്റി, KRFB, റെയിൽവേ, PWD, NHI, ഇത്രയും പേരും കോർപ്പറേഷനും കൂടെ ഇടപെട്ടാൽ മാത്രമേ കാരണം ഇത് കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടി ഒരു 20% ഉള്ളൂ. ഇതിൽ ബാക്കിയൊക്കെ തന്നെ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ ഞാൻ പറഞ്ഞ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അധികാരപ്പെട്ടതാണ്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ റെയിൽവേ, ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തു. റെയിൽവേയുടെ മാത്രം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരുടെ മെക്കാനിക്കൽ എഞ്ചിനീയറും അവരുടെ സിവിൽ എഞ്ചിനീയറും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. 2 കിലോമീറ്റർ റെയിൽവേയുടെ ഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു തോടുണ്ട്. ആ തോട് പൂർണ്ണമായിട്ടും മണ്ണടിഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. അത് റെയിൽവേയോട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ മാത്രമേ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ. അത് ഞങ്ങൾ കളക്ടർക്ക് കത്തെഴുതി കളക്ടർ വഴിയിട്ട് സ്പീഡാക്കാൻ നോക്കുന്നുണ്ട്.
അപ്പോൾ ഈ വെള്ളക്കെട്ടും കുടിവെള്ള പ്രശ്നവും ഞങ്ങൾ ചർച്ച ഇനിഷ്യേറ്റീവ് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ മാലിന്യ സംസ്കരണവും തെരുവ് നശാലിയും അങ്ങനെയല്ല, ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത 4 ഇഷ്യൂവും 2 പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഈ പറഞ്ഞ 1 വർഷത്തിനകം പരിഹരിക്കും. 3ാമത്തെയും 4ാമത്തെയും പ്രശ്നം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ സമയബദ്ധമായി നിർവഹിക്കും. ഈ 4 കാര്യങ്ങളും പരിഹരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ അനന്തമായ സാധ്യത, ഇപ്പോൾ കോർപ്പറേഷൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റും തെരുവുനായ ശല്യവും മാറുന്നതോടുകൂടി തന്നെ അവിടെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പദ്ധതികൾ നമുക്കിപ്പോൾ കടലോര മേഖല കാര്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസത്തിന് ഞങ്ങൾക്ക് ചില പ്ലാനുകളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ബഡ്ജറ്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസം കോർപ്പറേഷൻ മാത്രം ചെയ്യേണ്ടതല്ല, കോർപ്പറേഷന് പരിമിതിയുണ്ട്, കേന്ദ്ര സർക്കാരുകൾ ഇടപെടണം. ഈ 2 മേഖലകളിൽ കൂടി ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വരുന്ന 5 വർഷത്തിന് ശേഷം, ഞാനിപ്പോൾ ഒരു പൊട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, 5 വർഷത്തിന് ശേഷം BJP എത്ര സീറ്റ് നേടുമായിരിക്കും? ഇപ്പോഴത്തെ നേടുന്ന സീറ്റിന്റെ എണ്ണം എനിക്ക് പറയാനായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 100 സീറ്റ് നേടും. അങ്ങനെയൊക്കെ ജനാധിപത്യത്തിൽ ആഗ്രഹിക്കാൻ പാടുള്ളൂ. 101 സീറ്റുള്ളതിൽ 100 സീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അങ്ങനെയല്ല, ഞാനത് സീറ്റുകളുടെ എണ്ണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷേ ഞങ്ങൾക്ക് വളരെ ജനങ്ങൾക്ക് BJPയുടെ ഭരണത്തിൽ 100% ഇതുവരെ 3 മാസത്തെ ഈ ഇതിൽ ജനങ്ങൾക്ക് തൃപ്തിയുള്ളതായി തോന്നിയിട്ടുണ്ട്. 100%. ഒരുപാട് നിർദ്ദേശങ്ങൾ വരാറുണ്ട്, ഒരുപാട് തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ട്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പൾസ് ഭരണം ഏറ്റവും സമയത്തേക്കാൾ കൂടുതൽ അനുകൂലമാണ്. ചില കാര്യങ്ങൾ ചില വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണം കുറച്ച് കഴിയട്ടെ. 5 വർഷം മുമ്പ് സീറ്റുകളുടെ എണ്ണം പറഞ്ഞാൽ കുറഞ്ഞോണെങ്കിലാ. അതാ ഞാൻ ചോദിച്ചാൽ 100 സീറ്റ് എന്ന് ചോദിച്ചു. അല്ല, 100 അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം, എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയും കോർപ്പറേഷന്റെ ഭരണം കൂടുതൽ മെച്ചമുള്ളതാവട്ടെ. BJP ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ BJPയെ മാത്രമാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അത് കൂടുതൽ മികവുറ്റതാകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.